ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ഗൈസ്, ബാക്ക് ടു മൈ മാമി ചാനൽ. വന്നിട്ടുണ്ട്. മാമി എനിക്ക് ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനും എൻ്റെ ഗൈസ്, ഉമ്മയും ഇക്കും കൂടിയിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോയതാണ് കേട്ടോ. അവിടെ മോളുടെ ഉമ്മ കിടക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഞാൻ എൻ്റെ വീട്ടിലൊന്ന് കയറി. അവിടെ എൻ്റെ ആങ്ങളുടെ കുട്ടിയുടെ ചുണ്ടിൽ ചെറിയൊരു സർജറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവളെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉച്ച സമയമായതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉമ്മയുണ്ട് കൂടെ. ഉമ്മക്കാണെങ്കിൽ ഞങ്ങളുടെ കൂടെ എവിടെ വരാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതാ ഓട്ടുപാറ വടക്കാഞ്ചേരിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് കേട്ടോ കയറിയത്. പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് എന്തോ ഒരു ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൂട്ട്സിൻ്റെ കട കണ്ടപ്പോൾ അവിടെ നിർത്തി ചോദിച്ചു. അപ്പോൾ അവിടെ ഇല്ല. പിന്നെ വേറൊരു കടയിൽ നിന്നാണ് ആ സാധനം കിട്ടിയത്. അപ്പം ഞങ്ങൾ ഈ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ അവിടെ നിർത്തിയിട്ടു. ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളി ഇതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫുഡിന് കുറച്ച് റേറ്റ് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മന്തി സ്ഥിരം അമ്മയൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ മന്തിയാണ് കേട്ടോ കഴിക്കുക. അപ്പം ഞാൻ വീഡിയോ ഓണാക്കിയപ്പം അമ്മ പറയുന്നുണ്ട്, എന്താ പറയുക, എൻ്റെ വീഡിയോ ഒന്നും എടുക്കണ്ട, എൻ്റെ മുഖമൊന്നും അത്ര വലിയതില്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറയണം. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും സാരമില്ല, ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. പിന്നെ ഇക്കാണെങ്കിൽ എവിടെ ചെന്നാലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഫോണിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞാനപ്പോൾ ഈ കാണിക്കണ വളയും മോതിരമൊക്കെ നമ്മുടെ തൃത്താല തന്നെയുള്ളൊരു ആൻറ്റി ടെർണിഷിൻ്റെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളതിൻ്റെ വീഡിയോസ് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മന്തി വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോറ് നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുള്ളൊരു ചോറാണ്, കുഴപ്പമില്ല. എന്നാലും ഞങ്ങളതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ബില്ല് കൂടിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ ഞാൻ കുട്ടികൾക്ക് ചോറൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അര ചോറാണ് വാങ്ങിയത്. അങ്ങനെ ഫുള്ളാക്കിയിട്ടുള്ള പൈസയും കൂടി അവർക്ക് കൊടുത്തു. പക്ഷെ അവർ പൈസ വാങ്ങിയത് ഞങ്ങൾക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നിയപ്പോൾ അവരോട് ഒന്നും കൂടി ചോദിച്ചു. പിന്നെ തിരിച്ച് ഞങ്ങൾ കാറിൽ തന്നെ കയറിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളത്തേക്കാണ് പോണത്. അങ്ങനെ ഞങ്ങൾ ഈ വടക്കാഞ്ചേരി വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആദ്യം സ്ഥിരം ഞാൻ ഇക്കൊക്കെ ഇവിടെ ചെറുതുരുത്തി താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്ഥിരം വന്നിരുന്ന റൂട്ടാണ് കേട്ടോ ഇത്. അത് കാരണം കൊണ്ട് എനിക്കിവിടെ തൃത്താല അങ്ങനെ ഇവിടുത്തെ അങ്ങോട്ട് ബാക്കി ഇങ്ങനെ എടപ്പാള അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും അത്ര അങ്ങോട്ട് പിടുത്തല്ല. എനിക്കെപ്പോഴും ഡോക്ടറെ കാണാനാണെങ്കിലും വേറെ എങ്ങോട്ട് പോകാനാണെങ്കിലും ഒക്കെ ഇഷ്ടം ഇവിടെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറുതുരുത്തി ഷൊർണൂരൊക്കെ പോകാൻ വേണ്ടി നമുക്ക് തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് നമ്മൾ നേരെ ചെറുതുരുത്തി റോഡിന് വെച്ചടിക്കുന്നുണ്ട്. അങ്ങനെ അത് ഞാനിതിൻ്റെ മുന്നത്തെ വീഡിയോസാണ്, പക്ഷേ അതിൻ്റെ ഇടയിലാണ് കേട്ടോ ആഡായിരിക്കണത്. പിന്നെ ഞാൻ നല്ല വെയിലടിക്കുമ്പോൾ കണ്ണട വെക്കണതാണ് കേട്ടോ, സ്റ്റൈലിന് വെക്കണതല്ല, ഈ കണ്ണിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് വെക്കണതാണ് കേട്ടോ. അങ്ങനെ മക്കൾ ചോദിച്ച ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഞങ്ങൾ തിരിച്ച് വാഴക്കോട് എത്തിയപ്പം നല്ല നാടൻ പച്ചക്കറികൾ കണ്ടു കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ നല്ല നാടൻ കോഴിമുട്ടയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സാധാ കോഴിമുട്ടയുടെ വലിപ്പമുള്ളത്. പക്ഷെ ഞങ്ങൾ അന്ന് ഇത് നന്നാവും അറിയില്ല, കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നീട് ഞാൻ ഈ റൂട്ട് തന്നെ എപ്പോഴും ഉപ്പയും ഉമ്മയും എല്ലാവരും ഞങ്ങൾ ഈ റൂട്ടായതുകൊണ്ട് ഇനി ഒരിക്കൽ നമുക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിലെത്തി പുഴുങ്ങി നോക്കിയപ്പോഴാണ് കേട്ടോ നല്ല വലിപ്പമുണ്ട്. കോഴിമുട്ടക്കൊന്നും കേടില്ല കേട്ടോ. ചില സമയത്ത് നമ്മൾ അങ്ങനത്തെ വാങ്ങുമ്പോൾ കേട് വരാറുണ്ട്. അപ്പം ഞങ്ങൾ പിന്നെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇവിടെ ചെറുതുരുത്തി വഴിയാണ് നമ്മൾ പോണത്. തിരിച്ച് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവിടെ സനമോള് സർജറി കഴിഞ്ഞിട്ട് ഇരിക്കണുണ്ടായിരുന്നു. ചുണ്ടിൽ ചെറിയൊരു കുരു പോലെ വന്നിട്ട്. അപ്പോൾ അവളെയും കണ്ടിട്ട് നമുക്ക് തിരിച്ച് പോകാമെന്നുള്ളതിലാണ്. അങ്ങനെ എൻ്റെ വീട്ടിൽ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തേച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പുറം ഭാഗങ്ങളൊന്നും. അങ്ങനെ അവിടെ തേപ്പും കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ട്. അങ്ങനെ സനമോൾ അവിടെ ഫുഡ് കഴിക്കുക അങ്ങനെ എന്തോ ചെയ്യായിരുന്നു. അവിടെ ചുണ്ടിൽ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അവളെ കാണാമെന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തലേ ദിവസം അവിടെ വന്നപ്പോൾ സഫമോൾ ഒരു കമ്മലിട്ടിരുന്നു. അപ്പോൾ അത് അവളോട് ചോദിച്ചു. പിന്നെ അത് കണ്ടപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം ഞാൻ വരുമ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു കുറച്ച് ചെറിയ സഫമോൾ ഇടുന്ന തന്നെ മാലയും കമ്മലൊക്കെ ഞാൻ അവൾക്ക് കൊടുന്നു കൊടുത്തു കേട്ടോ.
അപ്പോൾ അതും കൂടി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ വഴി വന്നത്. അത് ഞാൻ എൻ്റെ ബാഗിൽ കൈ പിടിച്ചിരുന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നു. തൃത്താലയ്ക്ക് തന്നെ പോകുന്നു. മക്കളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവർ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും തിരിച്ചെത്തണം എന്നുള്ളതിൽ ഞങ്ങൾ വേഗം പോരാണ് ഉണ്ടായത്. പിന്നെ പറയുക, അവളുടെ ചുണ്ടിൽ മുറിവ് നല്ല സ്റ്റിച്ച് ഉണ്ട് കേട്ടോ. ആ ഭാഗമായതുകൊണ്ട് ഉണങ്ങാനും പാടാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീട് വരുന്നത് പള്ളം ചെറുതുരുത്തി ആ ഭാഗത്താണ് കേട്ടോ. ഇവിടെ ഒരു നല്ലൊരു ശ്മശാനമൊക്കെ ഉണ്ട്, എന്താണ് പറയുക, അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരിക. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ അവിടുന്ന് പോന്നു. സഹമോളും ഷീനുവും വരാറായിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ പോരാണ് കേട്ടോ. അപ്പോൾ അവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് പറയുക, അപ്പോൾ ഉമ്മ ഇക്കാക്ക് പണിയുടെ ഇതൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. ഉപ്പ അവിടെ ഉണ്ടായിരുന്നില്ല, ഉപ്പ പുറത്തായിരുന്നു. ഞങ്ങൾ വേഗം പോരാന്നുള്ളതിൽ തന്നെയാണ് തിരിച്ച് ഉമ്മ ഉള്ളത് കാരണം കൊണ്ടാണ് ഈ വഴി വന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളൊക്കെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.